ഹലോ ഗൈസ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു വീഡിയോ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഗോ ടു ബുക്സ്. സാമൂഹ്യശാസ്ത്രം എന്ന ബുക്കാണ് നമ്മളിന്ന് അരിച്ചു പെറുക്കാൻ പോകുന്നത്. ആദ്യം നിൽക്കുമ്പോൾ ദേശീയ ഗാന പ്രതിജ്ഞ എന്നിവയാണുള്ളത്. പിന്നെ ഇതുണ്ടാക്കിയ ആൾക്കാരും എങ്ങനെയൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഉള്ളത് ഉണ്ട്. ഉള്ളടക്കങ്ങളാണ് ഇത്. ആമുഖം ഇതാണ് പാഠം. ഈ ഒരു ബുക്ക് എഴുതിയത് ജെയിംസ് കൾച്ചറാണ്. ഇതവിടെ ഒരു കപ്പലും പായക്കപ്പലും ഉണ്ട്. ഇതാണ് മറ്റേ വാസ്കോഡ ഗാമ വന്നതായി. ഇതൊക്കെ ഇപ്പൊ എവിടുന്ന് കിട്ടിയത് എന്തെന്ന് അറിയില്ല. ഇതാണ് കസാര, മേശ, അൽമാറ, ജനാല, പേന, ചാക്ക്. ഇതൊക്കെ പോർച്ചുഗീസുകാര് ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനങ്ങളാന്ന് പറഞ്ഞിട്ട്. ഇതെന്താ പീരിങ്കി പോലത്തെ സാധനം ഉണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ അങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതവിടെ വലിയ തൂണ്. എന്തോ കുളച്ചൂർ യുദ്ധ സ്മാരകമാണ്. ഇതാണ് ഒരു ബുക്കാണിത്. എന്തോ ഒരു ഔഷധ ചെടികളുടെ ബുക്കാണിത്. ഇതാ പന ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ടിപ്പു സുൽത്താനെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളി. ഇവിടെ എന്താണെന്നറിയില്ല. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇതുണ്ടാക്കിയ ആൾക്ക് ലൂസ് മോഷൻ എന്നാണ് തോന്നുന്നത്. മഞ്ഞ കളറൊക്കെ ഉണ്ട്. ഈ പേജ് പിന്തുടച്ച ആൾക്ക് ഇതാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കാണാത്തവരെല്ലാം കണ്ടോളൂ. ഇതാണ് ബിർസ മുണ്ട. ഇതാണ് കട്ടബൊമ്മൻ. ഇവിടെ നല്ല വ്യൂ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പുറത്തെ ഗ്രൗണ്ടാണ് തോന്നുന്നു. ഇതൊരു ഗ്രൗണ്ടാണ് തോന്നുന്നു. അതൊന്നല്ല, ഗ്രൗണ്ട് ഒന്നുമല്ല. ഇവിടെ ഉണ്ട് രണ്ടെണ്ണം. ഇതെന്താ ഒരു തൂണാണ്. വലിയൊരു കലാപസ്മാരകമാണിത്. ഇതെന്തൊരു പെണ്ണ് കുതിരമ കയറി വാള് മുടിച്ചിരിക്കണാണ്. കൻവർ സിംഗ്. ഇത് ബ്രിട്ടീഷ് എവിടെയുള്ള ആളാണ്. ഇത് എവിടെയുള്ള ആളാണെന്ന് നമുക്കറിയാം. കണ്ടിട്ട് ബ്രിട്ടീഷുകാർ അതിലുണ്ട്. കുറെ ആൾക്കാരുണ്ട് ഇവിടെ. മംഗൾ പാണ്ഡെ, ഝാൻസി റാണി, ബഹദൂർ ഷാ രണ്ടാമൻ, നാനാ സാഹിബ് ഉണ്ട് ഇവിടെ. തന്തിയ തോപ്പി, ബീഗം ഹസ്രത്ത് മഹൽ, ഇങ്ങനെ പേരുണ്ട്. ഇങ്ങനെയൊക്കെ എന്തൊരു പേരാണ്. ഇവിടെ അങ്ങനൊന്നുമില്ല. നെക്സ്റ്റ് യൂണിറ്റിലേക്ക് കടക്കുകയാണ്. വേറെ എന്ത് സംഭാഷണമാണുള്ളത്. ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. ഇതെന്താണ് സംഭവം എന്ന് അറിയില്ല. ഇതാരാണ്? ദാദാഭായ് നവറോജിയാണ് ഇയാളുടെ പേര്. ഇത് മഹാദേവ് ഗോവിന്ദ് റാനാഡെ. ഇതാരാണോ? RC ദത്ത്. മരിച്ചോ? RC ദത്ത്. ഞാൻ RC ബുക്ക് എന്നിട്ട് മരിച്ചതാണോ? ദീനബന്ധുമിത്ര ഇങ്ങനെ പേരുണ്ടോ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇതെല്ലാം കേട്ടണേ. രവീന്ദ്രനാഥ് ടാഗോർ, വെള്ളത്തെ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി, രാജാ റാം മോഹൻ റോയ്. കൃഷ്ണ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് ഒരു റോയ്. ജ്യോതിറാവു ഫുലെ, പണ്ഡിത രാമബായ്. ബായ് ആണുങ്ങൾക്കല്ലേ, ഈ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ബായ് ആയി. ഇവിടെ തുല്ലാണ് കാണാൻ. ഇവിടെ എന്തോ ഒരു ചിത്രമൊക്കെ ഉണ്ട്. ആരൊക്കെ ഉണ്ട് നോക്കി. പരിചയമുള്ള ആരെങ്കിലും നോക്കട്ടെ. അലൻ ഒക്ടോവിയൻ ഹ്യൂം, WC ബാനർജി,
ഇതിലെ മൂക്കാണ് കണ്ടിടും. ധാരാളം നാട്ടെ ഞാൻ പറഞ്ഞിട്ട് നമുക്കെത്തിട്ടാണ്. ഇവിടെ ഏതൊരാളുണ്ട്, സുരേന്ദ്രനാഥ ബനാർജി. ബനാർജിയാണ്, ഏതൊരു ബനാർജി. ഇവിടെ ആരുണ്ട് കണ്ടിട്ട്? ഗാന്ധിജി അല്ലല്ല, അശ്വിനി കുമാർ ദത്ത്. ഇയാൾ ദത്തായോ? ഇയാളും പടമായെന്ന് തോന്നുന്നു. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖാല്, ഇങ്ങനെ പേരുണ്ട്, ഗോപാലകൃഷ്ണ ഗോഖാല്. ലാല ലജ്പത് റായ്, പേരാണോ? ബാല ഗംഗാധര തിൽക്ക്. ബിപിൻ ചന്ദ്രപാൽ, ഇത് ഇന്നും കുഴപ്പമില്ല. ബിപിൻ ഒക്കെ കേട്ടോണ്ട് ഇന്നും കുഴപ്പമില്ല. ആനി ബസന്റ് ആണിത്. ഇതിന്റെ കുറച്ചാൽ കൊടയും പിടിച്ചിട്ടുണ്ട്. ഇത് മായ പെയ്യുന്ന സ്ഥലം തോന്നുന്നുണ്ട്. ഇത് മായാണോ വെയിലാണോ? പക്ഷെ മഴത്തുള്ളിയൊന്നും കാണുന്നില്ല. കുറച്ചങ്ങനെ പൊട്ടന്മാരൊക്കെ കൊടയും പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഫോൺ വിളിക്കുകയാണ്. രണ്ടുപേരും ഫോൺ വിളിക്കുകയാണ്. ഇവിടെ ഇതാ ഒരു ആകാശമൊക്കെ ഉണ്ട്. ഇവരുടെ കാമുകനെ തോന്നുന്നുണ്ട്. രണ്ടുപേരും ഫോൺ വിളിക്കുകയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാല് ഒരു ഭൂമിയാണ്. അല്ലെ, ഭൂമി. നമ്മുടെ ഭൂമിയിലെ രാത്രി പകലും എങ്ങനെയാണെന്ന് പറയുന്നത്. ഇതാണ് അച്ചുതണ്ട് കാണാത്തൊരു അച്ചുതണ്ട് കണ്ടോളൂ. സൂര്യൻ ഇങ്ങനെ ഇരിക്കും. സൂര്യൻ ഇതാരാണോ? അഡിമറൽ ഫെറലാണ്. അഡിമറൽ ഫെറൽ. എന്താണ് ഇങ്ങനെയാണ് ഒരു ചിത്രം ഉണ്ട്. എന്താണോ ഇത്? ചെറിയ ചിത്രം വായിച്ചാൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മള് ഇതെന്താണ് ഭ്രമണം പരിക്രമണം. ഇത് പമ്പരമാണ്. ഒരു ഭൂമിയുണ്ട്. പമ്പരം തന്നെയാണോ? ഇതാണ്. ഇതെങ്ങനെയാണ്? ഒരു സൂര്യനുണ്ട്. ഒരു സൂര്യനും ഭൂമിയുടെ എല്ലാ ഭൂമധ്യരേഖ, ഉത്തര രേഖ, ദക്ഷിണ രേഖ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ധ്രുവദീപത. ഈ സ്ഥലം ഈ നോർവേയിലും സ്വീഡനിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ. ഇത് നോർവേയിലും സ്വീഡനിലുമാണ് ഉള്ളത് ഈ സംഭവം. നമ്മളെ പോയാൽ കാണാൻ കഴിയും. ഇത് അവിടെ ഒരു കാലങ്ങൾ കൊടുത്തിട്ടുണ്ട്. വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം. ഇവിടെ ശൈത്യകാലം പറഞ്ഞില്ലേ? ഇത് ശരത്കാലം, ശൈത്യകാലം. ശരത്കാലം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. എന്താണ് ഇവിടെ ഒന്നുമില്ല. അതെ, ഇവിടെ കളി നടക്കുന്നുണ്ട്. ഇത് ആരൊക്കെയാണ് നോക്കാം. ഇത് ഈ വെള്ളപ്പാട്ട് ഏതായാലും വിനീഷ്യസ് ആണ്. ഇത് കണ്ടവേ വല്ലോ. ഇതാ നമ്മൾ നോക്കുക. ഇതല്ല ഡസ്റ്റാണ്. ഇതില്ല. ഇത് പിന്നെ നടുവത്താരാണോ? അടുത്തായിട്ട് പോയി നോക്കാം. റോജല്ല. ഇത് കണ്ടിട്ട് റാഫിനായിട്ടുണ്ട്. റാഫിന അല്ലെങ്കിൽ റോജയോ? അതല്ല, ഇത് റാഫിന അല്ലേ? റാഫിന, ലെവൻഡോസ്കി, വിനീഷ്യസ്. അതെ, ഇത് മിക്കവാറും റയൽ ബാർസ ജയിച്ചിട്ടുണ്ടാവും. ഇത് 100% ഉറപ്പാണ്. ഇവിടെ നോക്കുമ്പോ ടൈം വ്യത്യാസമുണ്ട്. ഈ വരന്റെ നമുക്ക് വരുമ്പോൾ ഇതാ ജനുവരി 15 ഇവിടെ. ഇങ്ങോട്ട് പോകുമ്പോ ജനുവരി 11 ഇവിടെ ഓരോ കളിക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ സമയം കളി നടക്കുന്ന സമയം 8 PM ആണ്.
നമ്മൾ ഇന്ത്യ വരുമ്പോൾ 12:30 10 മണി, 11 മണി, 1 മണി, 4 മണി, 4 PM, 9 PM. ഇവിടെ 6 AM ആണ്, 4 AM, 2 AM. ഇവിടെ ഇന്ത്യയിലൊക്കെ 12 AM ആണ്. ഇവിടെ ആരോ സൂര്യന്റെ നേരെ മുകളിൽ താഴെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിന് വട്ടാണെന്ന് തോന്നുന്നു. എന്റെ ചിത്രമാണ്. ഇതൊക്കെ ചക്രത്തെയാണ് തോന്നുന്നു. ഇതൊരു ക്ലോക്കാണ്. ആരോ ക്ലോക്ക് ടവർ ഉണ്ടാക്കാൻ നോക്കിയത് തോന്നുന്നു. എന്തായാലും ആകെ കൊളായിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ ഒരു വരാ. ഇന്ത്യയുടെ ഭൂപടം ഇങ്ങനെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. മാപ്പാണ് നോക്കുന്നത്. അതെന്താണോ കൃഷി ചെയ്യുന്നു. കൃഷി തിന്ന എന്താ ചപ്പാത്തി പൊറോട്ടയാ? ചപ്പാത്തി കമ്പനി തോന്നുന്നു. ചപ്പാത്തി ഉണ്ട്. വയലാണ്. ഇവിടെ ആരോ മീൻ പിടിച്ചാൻ പോകുന്ന ഇടയിൽ നീന്തിയാണ് തോന്നുന്നു. പൈസ ഞാൻ എന്തോ ആലോചിച്ചിട്ടുണ്ട്. കുറച്ച് മനുഷ്യന്മാരാണെങ്കിൽ അഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷാൽ, ലയണൽ റോബിൻസ്. ഇത് ലയണൽ മെസ്സിയുടെ ഏതൊരു വകയത്തൊരു വിദ്യാഭ്യാസം തോന്നുന്നു. ഡേവിഡ് റിക്കാർഡോ, ഇത് ഡേവിഡ് ബെക്കാമിന്റെ ആരോ എന്ന് തോന്നുന്നു. കാൽ മാർക്സ്, JM കെയ്ൻസ്. ഇത് ഷുപ്പിറ്റർ. ഇതുണ്ട് ഷുപ്പിറ്ററിന്റെ പല കിട്ടുന്നത്. ഷുപ്പിറ്ററൊക്കെ ഇത് നമ്മള് സ്വന്തം ഗാന്ധിജി, മഹാത്മാഗാന്ധി. അമർത്യ കുമാർ സെൻ. ഇതാരാണോ? അഭിജിത്ത് വിനായക് ബനാർജി. ഒരു ചേർച്ചില്ലാത്ത പേര്. നമ്മൾ അവസാനത്തെ യൂണിറ്റ് ആണ്. 5 മിനിറ്റ് ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ. ഇതാണ് ആരാണ്? ഇത് BR അംബേദ്കർ ആണ്. കണ്ടാൽ മനസ്സിലാവും. ഇതാരാണോ? ഇത് ജവഹർലാൽ നെഹ്റു ആണോ? ജവഹർലാൽ നെഹ്റു. ഇത് ഏതാണ്? എന്റെ തൊപ്പിയൊക്കെ ഉണ്ട്. ഇത് ജവഹർലാൽ നെഹ്റു ആണെന്നാണ് എന്റെ ഒരു തോന്നല്. ഇതൊരു ഇന്റർവ്യൂ എന്ന് തോന്നുന്നു. ഒരു കാമുകനോടുമുള്ള ടീച്ചറുടെ ഒരു ഇന്റർവ്യൂ. മൗലികാവകാശങ്ങൾ. ഇതെന്താ ചിത്താണ്? എന്താ മനസ്സിലാവുന്നില്ല. ഒരു സ്പീച്ചാണ്. കേൾക്കാൻ അത്രയും ജനങ്ങളുണ്ട്. ഏതോ നല്ല സ്പീച്ചാണ് തോന്നുന്നു. ഇത് കടുക്കയാണോ? കടുക്കയാണോ കല്ലാണോ? ഇതൊരു കല്ലാണ്. പാത്രത്തിലുള്ള കടക്കരച്ചാണ് തോന്നുന്നു. അതെ, ഇത് സ്കൂൾ വളണ്ടതാണ്. പക്ഷെ ഇത് റോട്ടുമല്ലേ വെക്കണ്ടേ? ഇത് റോഡാണ്. ഏതോ ഒരു ടീച്ചർ ഈ കുട്ടിയെ ചീത്ത പറയാൻ തോന്നുന്നു. ആലോചിച്ച് എഴുതുന്നൊരു കുട്ടി. ഇവിടെ കാണാനൊന്നുമില്ല. ഇതെന്താണ്? ഇത് വക്കീലാന്ന് തോന്നുന്നു. വക്കീല് കുട്ടിയെ വാദിക്കുകയാണ് തോന്നുന്നു. സർദാർ വല്ലഭ് ഭായ് പട്ടേൽ. ഇവിടെ നേരത്തെ കണ്ട അതേ ചിത്രം. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മൾ 5 പാഠങ്ങൾ കണ്ടു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.